ഉണ്ണീസ് വിജയപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മഹാനായ മലയാള സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാഹിത്യജീവിതം, ഈ മൂന്ന് മേഖലകളുമായി ബന്ധപ്പെട്ട പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ക്വിസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടതാണ്. മുടങ്ങാതെ മുഴുവനായും കാണണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 2. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരില്ല? ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരില്ല? ഉത്തരം കായി അബ്ദുറഹിമാൻ, കുഞ്ഞാച്ചുമ്മ. കായി അബ്ദുറഹിമാൻ, കുഞ്ഞാച്ചുമ്മ എന്നിവരാണ് ബഷീറിൻ്റെ മാതാപിതാക്കൾ. ചോദ്യം 3. ബഷീറിൻ്റെ ജനനസ്ഥലം എവിടെയാണ്? ബഷീറിൻ്റെ ജനനസ്ഥലം എവിടെയാണ്? അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ഉത്തരം വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ്. വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ്. ചോദ്യം 4. തലയോലപ്പറമ്പ് ഏതു ജില്ലയിലാണ്? തലയോലപ്പറമ്പ് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോട്ടയം. കോട്ടയം ജില്ലയിലാണ് തലയോലപ്പറമ്പ്. ചോദ്യം 5. ബഷീർ ചരമമടഞ്ഞത് എന്നാണ്? അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നാണ് ഉണ്ടായത്? ഉത്തരം 1994 ജൂലൈ 5. 1994 ജൂലൈ 5-നാണ് ബഷീർ ചരമമടഞ്ഞത്. ചോദ്യം 6. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ, കഥയുടെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട സാഹിത്യകാരൻ ആര്? മലയാള സാഹിത്യത്തിലെ സുൽത്താൻ, കഥയുടെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട സാഹിത്യകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ, കഥയുടെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചോദ്യം 7. ബഷീർ ദിനം എന്നാണ് ആചരിക്കുന്നത്? ബഷീർ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഉത്തരം ജൂലൈ 5. ജൂലൈ 5-നാണ് ബഷീർ ദിനം നാം ആചരിക്കുന്നത്. ചോദ്യം 8. ഏതു ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ബഷീർ നാട് വിട്ടുപോയത്? ഏതു ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ബഷീർ നാട് വിട്ടുപോയത്? ഉത്തരം 9-ാം ക്ലാസ്സിൽ. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ ബഷീർ വീട് വിട്ടു പോവുകയുണ്ടായി. ചോദ്യം 9. ഗാന്ധിജിയോടൊപ്പം ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പരിപാടി ഏത്? ഗാന്ധിജി പങ്കെടുത്ത ഒരു സ്വാതന്ത്ര്യ സമര പരിപാടിയിൽ ബഷീർ പങ്കെടുത്തിട്ടുണ്ട്. ഏതാണ് ഗാന്ധിജി പങ്കെടുത്ത, ബഷീർ കൂടി പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പരിപാടി? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹത്തിലാണ് ബഷീറും ഗാന്ധിജിയോടൊപ്പം സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ചോദ്യം 10. എവിടെ വെച്ചാണ് ബഷീർ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? എവിടെ വെച്ചാണ് ബഷീർ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? ഉത്തരം കോഴിക്കോട്. കോഴിക്കോട്ട് വെച്ചാണ് ബഷീർ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളിയായത്. ചോദ്യം 11. ബഷീറിൻ്റെ വിവാഹം എന്നായിരുന്നു? ബഷീറിൻ്റെ വിവാഹം എന്നായിരുന്നു? ഉത്തരം 1958 ഡിസംബർ 18. 1958 ഡിസംബർ 18-നാണ് ബഷീറിൻ്റെ വിവാഹം നടന്നത്. ചോദ്യം 12. ബഷീറിൻ്റെ പത്നിയുടെ പേര്? ബഷീറിൻ്റെ പത്നിയുടെ, ഭാര്യയുടെ പേര്? ഉത്തരം ഫാബി ബഷീർ. ഫാത്തിമ ബീവി എന്നാണ് അവരുടെ പേര്. ഫാത്തിമ ബീവി എന്നത് അവർ ചുരുക്കി ബഷീർ ഫാബി എന്നാണ് അവരെ വിളിച്ചിരുന്നത്. ആ പേരിലാണ് അവരറിയപ്പെടുന്നത്. ചോദ്യം 13. ബഷീർ ബേപ്പൂരിലെ വൈലാലിൽ വീട്ടിൽ താമസമാക്കിയ വർഷം ഏത്? ബഷീർ ബേപ്പൂരിലെ വൈലാലിൽ വീട്ടിൽ താമസമാക്കിയ വർഷം ഏത്? ഉത്തരം 1962. 1962-ലാണ് ബഷീർ കോഴിക്കോടിനടുത്തുള്ള ബേപ്പൂരിൽ താമസമാക്കിയത്. ചോദ്യം 14. ബഷീറിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ എന്താണ് വിളിച്ചിരുന്നത്? ബഷീറിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ എന്താണ് വിളിച്ചിരുന്നത്? ഉത്തരം ടാറ്റ. ടാറ്റ എന്നാണ് ബഷീറിൻ്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത്. ചോദ്യം 15. ബഷീർ ജയിൽ ശിക്ഷ അനുഭവിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ ഏതു സമരത്തിൽ പങ്കെടുത്തതിനാണ്? ബഷീർ ജയിൽ ശിക്ഷ അനുഭവിച്ചത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ ഏതു സമരത്തിൽ പങ്കെടുത്തതിനാണ്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ബഷീറിന് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. ചോദ്യം 16. ഭഗത് സിംഗിൻ്റെയും മറ്റു സ്വാതന്ത്ര്യ സമര ഭാഗമായുള്ള ഭീകരപ്രസ്ഥാനത്തിൽ ആകർഷനായി താൻ രൂപീകരിച്ച തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായി ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഭഗത് സിംഗിൻ്റെയും മറ്റും സ്വാതന്ത്ര്യ സമര ഭാഗമായുള്ള ഭീകരപ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി താൻ രൂപീകരിച്ച തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായി
ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉത്തരം ഉജ്ജീവനം. ഉജ്ജീവനം എന്നായിരുന്നു ബഷീറിൻ്റെ തീവ്രവാദ സംഘടനയുടെ മുഖപത്രത്തിൻ്റെ പേര്. ചോദ്യം 17. ബഷീർ രചിച്ച ആദ്യത്തെ കഥയുടെ പേര്. ബഷീർ എഴുതിയ ആദ്യത്തെ കഥയുടെ പേരെന്താണ്? ഉത്തരം തങ്കം. തങ്കം എന്നാണ് ബഷീറിൻ്റെ ആദ്യത്തെ കഥയുടെ പേര്. ചോദ്യം 18. ആദ്യകാലത്ത് ബഷീർ ഉപയോഗിച്ച തൂലികാനാമം എന്ത്? ആദ്യകാലത്ത് ബഷീർ ഉപയോഗിച്ച തൂലികാനാമം എന്ത്? ഉത്തരം പ്രഭ. പ്രഭ എന്ന തൂലികാനാമത്തിലാണ് ആദ്യകാലത്ത് ബഷീർ തൻ്റെ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ചോദ്യം 19. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ബഷീർ. ബഷീറിനെ ബഷീർ തന്നെയാണ് സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നീടത് സാഹിത്യലോകത്ത് ആസ്വാദകർക്കിടയിൽ ഉറയ്ക്കുകയും ചെയ്തു. ചോദ്യം 20. വൈക്കത്ത് ബഷീർ നിർമ്മിച്ച വീടിൻ്റെ പേര്. വൈക്കത്ത് ബഷീർ നിർമ്മിച്ച വീടിൻ്റെ പേര്. ഉത്തരം അസഹർ കോട്ടേജ്. അസഹർ കോട്ടേജ് എന്നായിരുന്നു ബഷീർ വൈക്കത്ത് നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ പേര്. ചോദ്യം 21. വൈക്കത്തെ കുടുംബാംഗങ്ങൾ കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ കൃതി ഏത്? വൈക്കത്തെ കുടുംബാംഗങ്ങൾ കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ കൃതി ഏത്? സഹോദരങ്ങളും മാതാപിതാക്കളുമൊക്കെ ആ കഥയിലെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ രചനയിൽ വരുന്നുണ്ട്. ഏതാണ് ആ കൃതി? ഉത്തരം പാത്തുമ്മായുടെ ആട്. പാത്തുമ്മായുടെ ആട് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബകഥ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണോ ഇത്? അതുമായി ബന്ധപ്പെട്ട ആത്മാംശമുള്ള കഥാപാത്രങ്ങളാണ്, സഹോദരങ്ങളൊക്കെ അടങ്ങുന്ന കഥാപാത്രങ്ങളാണ് അതിലുള്ളത്. ചോദ്യം 22. ബഷീറിൻ്റെ ഏതു കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ബഷീറിൻ്റെ ഏതു കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മായുടെ ആട്. പാത്തുമ്മായുടെ ആട് എന്ന കൃതിക്ക് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി കഥാകൃത്ത് പേര് നൽകിയിട്ടുണ്ടായിരുന്നു. ചോദ്യം 23. ബഷീർ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഏത്? ബഷീർ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയിലെ ഒരു പ്രധാന കഥാപാത്രം ബഷീർ തന്നെയാണ്. ചോദ്യം 24. സർ CP രാമസ്വാമി അയ്യരെക്കുറിച്ച് ബഷീർ എഴുതിയ പട്ടത്തിൻ്റെ പേക്കിനാവ് എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പത്രം. സർ CP രാമസ്വാമി അയ്യരെക്കുറിച്ച് ബഷീർ എഴുതിയ പട്ടത്തിൻ്റെ പേക്കിനാവ് എന്ന പേരിലുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ തിരുവിതാംകൂർ സർക്കാർ അത് പ്രകാശനം ചെയ്തിരുന്ന പത്രം കണ്ടുകെട്ടുകയുണ്ടായി. ഏതായിരുന്നു ആ പത്രം? ഉത്തരം രാജ്യാഭിമാനി. രാജ്യാഭിമാനി എന്ന പത്രമാണ് ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയത്. ചോദ്യം 25. 1942 പ്രസിദ്ധീകരിച്ച തൻ്റെ ആദ്യ കൃതി ബഷീർ എഴുതിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു. ഏതാണ് ബഷീറിൻ്റെ ആദ്യത്തെ കൃതി? 1942 പ്രസിദ്ധീകരിച്ച തൻ്റെ ആദ്യ കൃതി ബഷീർ എഴുതിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു. ഏതാണ് ബഷീറിൻ്റെ ആദ്യത്തെ കൃതി? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനം എന്നാണ് ബഷീറിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര്. ചോദ്യം 26. സുഹറ, മജീദ് എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏതു കൃതിയിലാണുള്ളത്? സുഹറ, മജീദ് എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏതു കൃതിയിലാണുള്ളത്? ഉത്തരം ബാല്യകാല സഖി. ബാല്യകാല സഖിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് സുഹറയും മജീദും. ചോദ്യം 27. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്ന്. ഈ പ്രയോഗം ഏത് ബഷീർ കൃതിയിലേത്? ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്ന്. ഈ പ്രയോഗം ഏത് ബഷീർ കൃതിയിലാണുള്ളത്? ഉത്തരം ബാല്യകാല സഖി. ബാല്യകാല സഖിയിലാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീർ ഉപയോഗിച്ചിട്ടുള്ളത്. ചോദ്യം 28. ബഷീർ കൽക്കത്തയിൽ വെച്ചാണ് ബാല്യകാല സഖിയുടെ ആദ്യ രൂപം തയ്യാറാക്കിയത്. ഏതു ഭാഷയിൽ? ബഷീർ കൽക്കത്തയിൽ താമസിക്കുന്ന കാലത്താണ് ബാല്യകാല സഖിയുടെ ആദ്യ രൂപം തയ്യാറാക്കിയത്. ഏതു ഭാഷയിലായിരുന്നു ആദ്യം അത് എഴുതിയത്? ഉത്തരം ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ബാല്യകാല സഖിയുടെ ആദ്യ രൂപം തയ്യാറാക്കിയിരുന്നത്. പിന്നീടാണ് അത് മലയാളത്തിലേക്ക് മാറ്റി അച്ചടിച്ചത്. ചോദ്യം 29. ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരേടാണിത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു. MP പോൾ ഇങ്ങനെ വിശേഷിപ്പിച്ച കൃതി ഏത്? ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരേടാണിത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു. MP പോൾ ഇങ്ങനെ വിശേഷിപ്പിച്ച കൃതി ഏത്? ഉത്തരം ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പുസ്തകത്തെയാണ്
MP പോൾ വിശേഷിപ്പിച്ചത്. ചോദ്യം 30. ബാല്യകാലസഖി പഠന വിഷയമാക്കിയതാര്? ബാല്യകാലസഖി പഠന വിഷയമാക്കിയതാര്? കുട്ടിക്കൃഷ്ണമാരാർ. പ്രശസ്ത നിരൂപകനായ കുട്ടിക്കൃഷ്ണമാരാരാണ് ബാല്യകാലസഖി പഠന വിഷയമാക്കിയത്. ചോദ്യം 31. ഉമ്മ ഞാൻ കാന്തീനെ തൊട്ടു. ഉമ്മ ഞാൻ കാന്തീനെ തൊട്ടു കേരളത്തിൽ ഏത് സമരത്തിൽ പങ്കെടുക്കാനെത്തിയ ഗാന്ധിജിയെയാണ് ബഷീർ തൊട്ട കാര്യം പറയുന്നത്? ഉമ്മ ഞാൻ കാന്തീനെ തൊട്ടു കേരളത്തിൽ ഏത് സമരത്തിൽ പങ്കെടുക്കാനെത്തിയ ഗാന്ധിജിയെയാണ് ബഷീർ തൊട്ട കാര്യം പറയുന്നത്? ഉത്തരം 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ ഗാന്ധിജിയാണ് ബഷീറിന് നേരിട്ട് കൈകൊണ്ട് തൊടാൻ അവസരം ലഭിച്ചത്. ചോദ്യം 32. 1942 സർ CP-ക്കെതിരായ ലേഖനം രാജ്യാഭിമാനി പത്രത്തിൽ എഴുതിയതിനെ തുടർന്ന് തിരുവിതാംകൂർ സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെട്ട ബഷീറിന് ലഭിച്ച ശിക്ഷയെന്ത്? 1942 സർ CP-ക്കെതിരായ ലേഖനം രാജ്യാഭിമാനി പത്രത്തിൽ എഴുതിയതിനെ തുടർന്ന് തിരുവിതാംകൂർ സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെട്ട ബഷീറിന് ലഭിച്ച ശിക്ഷയെന്ത്? 2 കൊല്ലം കഠിന തടവും 1000 രൂപ പിഴയും. 2 കൊല്ലം കഠിന തടവും 1000 രൂപ പിഴയുമാണ് സർ CP-ക്കെതിരെ രാജ്യാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതിയതിനെ തുടർന്ന് ജയിലിലടക്കപ്പെട്ട ബഷീറിന് ലഭിച്ച ശിക്ഷ. ചോദ്യം 33. ബാല്യകാലസഖി പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ബാല്യകാലസഖി പ്രസിദ്ധീകരിച്ച വർഷം ഏത്? ഉത്തരം 1944. 1944 ബാല്യകാലസഖി പ്രസിദ്ധീകരിച്ചത്. ചോദ്യം 34. 1945 സാഹിത്യ പരിഷത്തിൻ്റെ വാർഷികത്തിന് അഭിനയിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഷീർ രചിച്ച നാടകം ഏത്? 1945 സാഹിത്യ പരിഷത്തിൻ്റെ വാർഷികത്തിന് അഭിനയിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഷീർ രചിച്ച നാടകമേത്? ഉത്തരം കഥാബീജം. കഥാബീജം എന്ന നാടകമാണ് സാഹിത്യ പരിഷത്തിൻ്റെ വാർഷികത്തിന് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഷീർ എഴുതിയത്. ചോദ്യം 35. ബഷീറിൻ്റെ രചനകളിലെ സാങ്കല്പിക ഗ്രാമം ഏത്? ബഷീറിൻ്റെ രചനകളിലെ സാങ്കല്പിക ഗ്രാമം ഏത്? സാങ്കല്പികമായൊരു ഗ്രാമം ബഷീർ തൻ്റെ രചനകളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതാണത്? ഉത്തരം കടുവാക്കുഴി. കടുവാക്കുഴി എന്നതാണ് ബഷീറിൻ്റെ സാങ്കല്പിക ഗ്രാമം. ചോദ്യം 36. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്? ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഉള്ളത്. ചോദ്യം 37. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ഉത്തരം സോജ രാജകുമാരി സോജ. സോജ രാജകുമാരി സോജ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. ചോദ്യം 38. ബഷീർ എഴുത്തുകാരൻ എന്ന നിലയിൽ ഏറ്റവും കരുത്തു നേടിയതും ഏറെ വിമർശിക്കപ്പെട്ടതും ഏത് കൃതി പ്രസിദ്ധീകരിച്ചതോടെയാണ്? ബഷീർ എഴുത്തുകാരൻ എന്ന നിലയിൽ ഏറ്റവും കരുത്തു നേടിയതും ഏറെ വിമർശിക്കപ്പെട്ടതും ഏതു കൃതി പ്രസിദ്ധീകരിച്ചതോടെയാണ്? ഉത്തരം ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ എന്ന കൃതിയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ബഷീറിനെ ഏറെ കരുത്തനാക്കിയതും ഏറെ വിമർശനങ്ങൾ നേടിയെടുത്തതും. ചോദ്യം 39. വെളിച്ചത്തിനെന്ത് വെളിച്ചം? ഈ പ്രയോഗം ഏത് ബഷീർ കൃതിയിലേതാണ്? വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ഈ പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിട്ടുള്ളത്? ഉത്തരം ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്. ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലാണ് വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്നുള്ള ഒരു പ്രയോഗം ബഷീർ ഉപയോഗിച്ചിട്ടുള്ളത്. ചോദ്യം 40. ഗുത്തിനി ഹാലിട്ടലിത്താപ്പോ സഞ്ചിനി ബാലിക്കലുട്ടാപ്പി ഏതു കൃതിയിലാണ് ഈ പാട്ടുള്ളത്? ഗുത്തിനി ഹാലിട്ടലിത്താപ്പോ സഞ്ചിനി ബാലിക്കലുട്ടാപ്പി. കുറേ വരികളുള്ളൊരു നീണ്ട പാട്ടാണത്. അതിലെ ആദ്യത്തെ 2 വരികളാണ് ഇവിടെ പാടിയത്, ഇവിടെ തന്നത്. ഏത് കൃതിയിലാണ് ഈ പാട്ടുള്ളത്? ഉത്തരം ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്. ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലാണ് എന്നീ വരികളുള്ള പാട്ടുള്ളത്. ചോദ്യം 41. കൊച്ചുനീലാണ്ടൻ, പാറക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏതു ഗ്രന്ഥത്തിലാണ് ഉള്ളത്? കൊച്ചുനീലാണ്ടൻ, പാറക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏതു ഗ്രന്ഥത്തിലാണ് ഉള്ളത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലാണ് കൊച്ചുനീലാണ്ടൻ, പാറക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത്. ഈ 2 കഥാപാത്രങ്ങളും മനുഷ്യരല്ല, ആനകളാണ്. ചോദ്യം 42. ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലെ കഥാനായിക ആര്? ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലെ കഥാനായികയുടെ പേരെന്താണ്? ഉത്തരം കുഞ്ഞുപാത്തുമ്മ.
കുഞ്ഞുപാത്തുമ്മയാണ് ലുപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ നായിക. ചോദ്യം 43. ആട് പ്രധാന കഥാപാത്രമായ കൃതി ഏത്? ആട് പ്രധാന കഥാപാത്രമായ കൃതി ഏത്? ഉത്തരം പാത്തുമ്മായുടെ ആട്. പാത്തുമ്മായുടെ ആട് എന്ന കൃതിയിലെ ഒരു പ്രധാന കഥാപാത്രം ആട് ആണ്. ചോദ്യം 44. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. ഒഴിഞ്ഞ വീട് എന്ന കഥയിൽ ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായിട്ടാണ് ബഷീർ അവതരിപ്പിക്കുന്നത്. ചോദ്യം 45. വ്യത്യസ്ത മതക്കാരായ സാറാമ്മയുടെയും കേശവൻ നായരുടെയും ജീവിതകഥ പറയുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? വ്യത്യസ്ത മതക്കാരായ സാറാമ്മയുടെയും കേശവൻ നായരുടെയും ജീവിതകഥ പറയുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനം എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്, നായിക നായകന്മാരാണ് സാറാമ്മയും കേശവൻ നായരും. ചോദ്യം 46. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീർ നോവൽ. ആകാശമിഠായി എന്നൊരു കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനം എന്ന നോവലിലെ കഥാപാത്രമാണ് ആകാശമിഠായി. ചോദ്യം 47. ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത്. ഏത് കൃതിയെക്കുറിച്ചാണ് പ്രശസ്ത സാഹിത്യകാരനായ പി കേശവദേവ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത്. ഏതു കൃതിയെക്കുറിച്ചാണ് പ്രശസ്ത സാഹിത്യകാരനായ പി കേശവദേവ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഉത്തരം ജീവിത നിഴൽപ്പാടുകൾ. ജീവിത നിഴൽപ്പാടുകൾ എന്ന ബഷീറിൻ്റെ കൃതിയെക്കുറിച്ചാണ്, ആ കൃതിയിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പ്രശസ്ത സാഹിത്യകാരനായ പി കേശവദേവ് പറഞ്ഞത്. ചോദ്യം 48. ആനവാൽ കിട്ടാൻ താൻ നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ കഥ പറയുന്ന കൃതി ഏത്? ആനവാൽ കിട്ടാൻ താൻ നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ കഥ പറയുന്ന കൃതി ഏത്? ഉത്തരം ആനപ്പൂട. ആനപ്പൂടയിലാണ് ആനവാൽ കിട്ടാൻ താൻ നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ കഥ ബഷീർ പറയുന്നത്. ചോദ്യം 49. ബഷീർ എറണാകുളത്ത് നടത്തിയിരുന്ന ബുക്ക് സ്റ്റാളിൻ്റെ പേര്. ബഷീർ എറണാകുളത്ത് നടത്തിയിരുന്ന ബുക്ക് സ്റ്റാളിൻ്റെ പേര്. ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. സർക്കിൾ ബുക്ക് സ്റ്റാൾ എന്ന പേരിൽ ബഷീർ എറണാകുളത്ത് പുസ്തകക്കട നടത്തിയിരുന്നു. ചോദ്യം 50. പൂവമ്പഴം എന്ന പേരിൽ ബഷീർ കഥ എഴുതിയിട്ടുണ്ട്. മറ്റേത് കഥാകൃത്താണ് ഇതേ പേരിൽ കഥ എഴുതിയിട്ടുള്ളത്? ബഷീറിൻ്റെ പ്രശസ്തമായൊരു കഥയുടെ പേരാണ് പൂവമ്പഴം. അപ്പോൾ ബഷീർ പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു പ്രശസ്തനായ കഥാകൃത്തും അതേ പേരിൽ പൂവമ്പഴം എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആരാണ് ആ കഥാകൃത്ത്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ളയാണ് പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയ മറ്റൊരു സാഹിത്യകാരൻ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം 51. ബഷീറിൻ്റെ ഏതു കൃതിയിലാണ് നാരായണി എന്ന കഥാപാത്രം ഉള്ളത്? ബഷീറിൻ്റെ ഏതു കൃതിയിലാണ് നാരായണി എന്ന കഥാപാത്രം ഉള്ളത്? ഉത്തരം മതിലുകൾ. മതിലുകൾ എന്ന കൃതിയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നാരായണി. ചോദ്യം 52. അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലിയല്ലാത്ത ഒരു കുശിനിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന അദ്ഭുത കാഴ്ച വിവരിക്കുന്ന കൃതി ഏത്? അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലിയല്ലാത്ത ഒരു കുശിനിക്കാരൻ, ഒരു അടുക്കള പണിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന അദ്ഭുത കാഴ്ച വിവരിക്കുന്ന കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയിലാണ് ഒരു കുശിനിക്കാരൻ പെട്ടെന്ന് ദിവ്യനായി മാറുന്ന അദ്ഭുത കാഴ്ച വിവരിക്കുന്നത്. ചോദ്യം 53. പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏത്? പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏതാണ്? ഉത്തരം ഒരു മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്ന കഥയിൽ ഒരു പോക്കറ്റടിക്കാരൻ്റെ കഥയാണ് ബഷീർ അവതരിപ്പിക്കുന്നത്. ചോദ്യം 54. ഒരിടത്തൊരു സുൽത്താൻ എന്ന് തുടങ്ങി കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കൃതി രചിച്ചതാരാണ്? ഒരിടത്തൊരു സുൽത്താൻ എന്ന് തുടങ്ങി കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കൃതി രചിച്ചതാരാണ്? ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. കിളിരൂർ രാധാകൃഷ്ണനാണ് കുട്ടികൾക്കായി അങ്ങനെ ഒരു കൃതി രചിച്ചത്. ചോദ്യം 55. ഇ എം അഷ്റഫ് രചിച്ച ബഷീറിൻ്റെ ജീവചരിത്ര കൃതി ഏത്?
EM അഷ്റഫ് രചിച്ച ബഷീറിൻ്റെ ജീവചരിത്ര കൃതി ഏത്? ബഷീറിൻ്റെ ജീവിതകഥ EM അഷ്റഫ് ഒരു പുസ്തകമായി എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതി EM അഷ്റഫാണ് രചിച്ചത്. ചോദ്യം 56. എൻ്റെ ബഷീർ എന്ന പേരിൽ ബഷീറിനെ പറ്റി കവിത എഴുതിയത് ആരാണ്? എൻ്റെ ബഷീർ എന്ന പേരിൽ ബഷീറിനെ പറ്റി കവിത എഴുതിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. പ്രശസ്ത കവി ONV കുറുപ്പ് എൻ്റെ ബഷീർ എന്ന പേരിൽ ബഷീറിനെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ട്. ചോദ്യം 57. ബഷീറിൻ്റെ കഥയിലും സാഹിത്യത്തിലും ജീവിതത്തിലുമെല്ലാം സ്വാധീനം ചെലുത്തിയ വൃക്ഷം ഏതാണ്? ബഷീറിൻ്റെ കഥയിലും സാഹിത്യത്തിലും ജീവിതത്തിലുമെല്ലാം സ്വാധീനം ചെലുത്തിയ വൃക്ഷം ഏതാണ്? ഉത്തരം മംഗോസ്റ്റീൻ. മംഗോസ്റ്റീൻ എന്ന വൃക്ഷം ബഷീറിൻ്റെ കഥയിലും സാഹിത്യത്തിലും ജീവിതത്തിലുമെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചോദ്യം 58. ബഷീറിൻ്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൃതി ഏത്? ബഷീറിൻ്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൃതി ഏത്? ഉത്തരം അനർഘനിമിഷം. അനർഘനിമിഷം എന്ന കൃതിയെ ബഷീറിൻ്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചോദ്യം 59. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന കൃതി ആര് രചിച്ചതാണ്? ബഷീറിൻ്റെ ആകാശങ്ങൾ എന്നു പേരായ കൃതി ആരാണ് എഴുതിയത്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. സാഹിത്യകാരനായ പെരുമ്പടവം ശ്രീധരനാണ് ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ചോദ്യം 60. ബഷീറിൻ്റെ ആത്മകഥാ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത്? ബഷീറിൻ്റെ ആത്മകഥാ ഗ്രന്ഥത്തിൻ്റെ പേരെന്ന് എന്താണ്? ബഷീറിൻ്റെ ആത്മകഥ, അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതാണല്ലോ ആത്മകഥ. ഒരാളുടെ ജീവിതകഥ മറ്റൊരാളാണ് എഴുതുന്നതെങ്കിൽ അത് ജീവചരിത്രമാണ്. ഇവിടെ ബഷീർ തന്നെ ബഷീറിൻ്റെ കഥ എഴുതിയിട്ടുണ്ട്, ഇത് ആത്മകഥ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ അറകൾ. ചോദ്യം 61. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിൽക്കാലത്തെ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഏതാണ് ആ പുസ്തകം? ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിൽക്കാലത്തെ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഏതാണ് ആ പുസ്തകം? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പുസ്തകം ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം അച്ചടിച്ച് പുസ്തക രൂപത്തിലാക്കിയതാണ്. ചോദ്യം 62. മാനുഷകുലത്തേക്കാൾ മഹോന്നത സൃഷ്ടിവിശേഷങ്ങളായിരിക്കുമോ വൃക്ഷങ്ങൾ? ഏതായാലും ഒന്ന് തീർച്ച, ശക്തരാണ്. വൃക്ഷസ്നേഹിയായ ബഷീറിൻ്റെ ഏതു കഥയാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്? മാനുഷകുലത്തേക്കാൾ മഹോന്നത സൃഷ്ടിവിശേഷങ്ങളായിരിക്കുമോ വൃക്ഷങ്ങൾ? ഏതായാലും ഒന്ന് തീർച്ച, ശക്തരാണ്. വൃക്ഷസ്നേഹിയായ ബഷീറിൻ്റെ ഏതു കഥയാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്? ഉത്തരം വൃക്ഷങ്ങൾ. വൃക്ഷങ്ങൾ എന്ന കഥ ഇങ്ങനെയാണ്, ഈ വരികളോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ചോദ്യം 63. ബേപ്പൂർ വയലാലിൽ വീട്ടിൽ ബഷീർ തൻ്റെ ചാരുകസേരയിൽ വിശ്രമിച്ചിരുന്നതും തന്നെ കാണാൻ വരുന്നവരോട് സല്ലപിച്ചിരുന്നതും ഏത് വൃക്ഷച്ചുവട്ടിലാണ്? ബേപ്പൂർ വയലാലിൽ വീട്ടിൽ ബഷീർ തൻ്റെ ചാരുകസേരയിൽ വിശ്രമിച്ചിരുന്നതും തന്നെ കാണാൻ വരുന്നവരോട് സല്ലപിച്ചിരുന്നതും ഏത് വൃക്ഷച്ചുവട്ടിലാണ്? ഉത്തരം മംഗോസ്റ്റീൻ. ബഷീറിൻ്റെ വയലാലിൽ വീട്ടിൽ മംഗോസ്റ്റീൻ വൃക്ഷച്ചുവട്ടിലാണ് അദ്ദേഹം ചാരുകസേരയിൽ വിശ്രമിച്ചിരുന്നത്. തന്നെ കാണാൻ വരുന്നവരോട് സംസാരിക്കാനും അവിടെ ഇരുന്നാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ചോദ്യം 64. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ പുതിയ ഒരു മതത്തിന് തുടക്കമിടുന്നതിനെക്കുറിച്ച് ബഷീർ തൻ്റെ ഏതു കഥയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ പുതിയൊരു മതത്തിന് തുടക്കമിടുന്നതിനെക്കുറിച്ച് ബഷീർ തൻ്റെ ഏതു കഥയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? ഉത്തരം ശിങ്കിടിമുങ്കൻ. ശിങ്കിടിമുങ്കൻ എന്ന കഥയിലാണ് ബഷീർ ഒരാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പുതിയൊരു മതത്തിന് എങ്ങനെയാണ് തുടക്കമിടുന്നത് എന്നതിനെക്കുറിച്ച് ചിത്രീകരിച്ചിട്ടുള്ളത്. ചോദ്യം 65. ബഷീർ തൻ്റെ മകൾ ഷാഹിനയ്ക്ക് കിട്ടിയ പൂച്ചക്കുട്ടിയെ കഥാപാത്രമാക്കി എഴുതിയ നോവൽ ഏത്? ബഷീർ തൻ്റെ മകൾ ഷാഹിനയ്ക്ക് കിട്ടിയ പൂച്ചക്കുട്ടിയെ കഥാപാത്രമാക്കി എഴുതിയ നോവൽ ഏത്? ഉത്തരം മാന്ത്രിക പൂച്ച. അത് ബഷീർ തൻ്റെ മകൾ ഷാഹിനയ്ക്ക് കിട്ടിയ പൂച്ചക്കുട്ടിയെ കഥാപാത്രമാക്കി എഴുതിയ നോവലാണ്. ചോദ്യം 66. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഉപപാഠപുസ്തകമാക്കാൻ തീരുമാനിച്ചപ്പോൾ നിയമസഭയ്ക്കകത്തും ബഷീറിനെതിരെയും വിമർശനങ്ങളുടെ ബഹളം സൃഷ്ടിച്ച കൃതി ഏതാണ്? ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത്, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഉപപാഠപുസ്തകമാക്കാൻ തീരുമാനിച്ചപ്പോൾ നിയമസഭയ്ക്കകത്തും ബഷീറിനെതിരെയും വിമർശനങ്ങളുടെ ബഹളം സൃഷ്ടിച്ച ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം എൻ്റെ ഉപ്പാക്കൊരാനയുണ്ടായിരുന്നു.
ഡുപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയാണ് ഇത്തരത്തിൽ വിമർശനങ്ങളുടെ കോലാഹലമുണ്ടാക്കിയത്. ചോദ്യം 67. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന് ബഷീർ കൈമാറിയ എറണാകുളത്തുണ്ടായിരുന്ന സ്വന്തം ബുക്ക് സ്റ്റാൾ ഏത്? സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന് ബഷീർ കൈമാറിയ എറണാകുളത്തുണ്ടായിരുന്ന സ്വന്തം ബുക്ക് സ്റ്റാൾ ഏത്? ഉത്തരം ബഷീർസ് ബുക്ക് സ്റ്റാൾ. ബഷീർസ് ബുക്ക് സ്റ്റാൾ എന്ന ബുക്ക് സ്റ്റാളാണ് സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന് ബഷീർ കൈമാറിയത്. ചോദ്യം 68. മൂക്ക് കഥാപാത്രമായി ബഷീർ രചിച്ച കൃതി ഏത്? മൂക്ക് കഥാപാത്രമായി ബഷീർ രചിച്ച കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം മൂക്ക് ആണ്. ചോദ്യം 69. KM തരകൻ ബഷീറിനെക്കുറിച്ച് എഴുതിയ കൃതി ഏത്? KM തരകൻ ബഷീറിനെക്കുറിച്ച് എഴുതിയ കൃതി ഏത്? ഉത്തരം അനുഗൃഹീതനായ ബഷീർ. അനുഗൃഹീതനായ ബഷീർ എന്ന പേരിൽ ബഷീറിനെക്കുറിച്ച് KM തരകനാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. ചോദ്യം 70. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥ ഏത് പേരിലാണ് സിനിമയാക്കിയത്? ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥ ഏത് പേരിലാണ് സിനിമയാക്കിയത്? ഉത്തരം ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം എന്ന സിനിമയുടെ കഥ ബഷീർ എഴുതിയ നീലവെളിച്ചം എന്ന ഒരു കഥയുടെ ആശയമാണ്. ചോദ്യം 71. 1964 നിർമ്മിച്ച ഭാർഗവീ നിലയം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ആരാണ് ഈ സിനിമ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത്? ഉത്തരം A. വിൻസെൻ്റ്. A. വിൻസെൻ്റ് ആണ് ഭാർഗവീ നിലയം സിനിമയാക്കി സംവിധാനം ചെയ്തത്. ചോദ്യം 72. ഭാർഗവീ നിലയം സിനിമയിലെ നായികാനായകന്മാരായി അഭിനയിച്ചതാരെല്ലാം? ഭാർഗവീ നിലയം സിനിമയിലെ നായികാനായകന്മാരെ അഭിനയിച്ചതാരെല്ലാം? ഉത്തരം നായക നടനായി അഭിനയിച്ചത് മധു, നായിക നടി വിജയ് നിർമ്മല. നടൻ മധുവും നടി വിജയ് നിർമ്മലയുമാണ് ഈ ഭാഗങ്ങൾ അഭിനയിച്ചത്. ചോദ്യം 73. ഭാർഗവീ നിലയം സിനിമയുടെ തിരക്കഥ രചിച്ചതാര്? ഭാർഗവീ നിലയം സിനിമയുടെ തിരക്കഥ രചിച്ചതാര്? നീലവെളിച്ചം എന്ന കഥയാണല്ലോ സിനിമയാക്കിയത്. അപ്പോൾ സിനിമയാക്കിയപ്പോൾ സിനിമയ്ക്ക് ആവശ്യമായ തിരക്കഥ എഴുതിയതാരാണ്? ഉത്തരം ബഷീർ. ബഷീർ തന്നെയാണ് തിരക്കഥയും എഴുതിയത്. ചോദ്യം 74. ഭാർഗവീ നിലയം കൂടാതെ ബഷീർ തിരക്കഥ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എഴുതിയ സിനിമ ഏത്? ഭാർഗവീ നിലയം കൂടാതെ ബഷീർ തിരക്കഥ എഴുതിയ സിനിമ ഏത്? ഉത്തരം ബാല്യകാലസഖി. ബാല്യകാലസഖി സിനിമയാക്കിയപ്പോഴും അതിൻ്റെ തിരക്കഥ എഴുതിയത് ബഷീർ തന്നെയാണ്. ചോദ്യം 75. 1967 ബാല്യകാലസഖിയിൽ മജീദ് ആയി അഭിനയിച്ചതാര്? 1967 ബാല്യകാലസഖി അത് സിനിമയാക്കിയപ്പോൾ അതിൽ മജീദായി അഭിനയിച്ചതാര്? ഉത്തരം പ്രേം നസീർ. പ്രേം നസീറാണ് ബാല്യകാലസഖിയിൽ ആദ്യം മജീദായിട്ട് അഭിനയിച്ചത്. ചോദ്യം 76. ബഷീറിൻ്റെ പ്രേമലേഖനം സിനിമയാക്കിയത് ആര്? ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവൽ സിനിമയാക്കിയിരുന്നു. അതാരാണ് സിനിമയാക്കിയത്? ഉത്തരം P.A. ബക്കർ. P.A. ബക്കറാണ് ബഷീറിൻ്റെ പ്രേമലേഖനം സിനിമയാക്കിയത്. ചോദ്യം 77. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന കൃതി എഴുതിയതാര്? ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന കൃതി എഴുതിയതാര്? ഉത്തരം പ്രൊഫസർ M.K. സാനു. പ്രൊഫസർ M.K. സാനു ആണ് ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന കൃതി എഴുതിയത്. ചോദ്യം 78. ഈ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ? ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ വാക്യത്തിലെ പുസ്തകം ഏതാണ്? ഈ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ? ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഒരു വാക്യമാണിത്. അപ്പോൾ ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്ന പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന പുസ്തകത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചോദ്യം 79. ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീറിൻ്റെ കൃതി ഏത്? ബഷീറിൻ്റെ ഒരു പുസ്തകം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം നേരും നുണയും. നേരും നുണയും എന്ന കൃതിയാണ് ചോദ്യോത്തര രൂപത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ബഷീറിൻ്റെ കൃതി. ചോദ്യം 80. ബഷീർ എഴുത്തും ജീവിതവും ആരാണ് ഗ്രന്ഥകർത്താവ്? ബഷീർ എഴുത്തും ജീവിതവും ഈ കൃതി ആരാണ് എഴുതിയത്? ഉത്തരം E.M. അഷ്റഫ്. E.M. അഷ്റഫാണ് ബഷീർ എഴുത്തും ജീവിതവും എന്ന കൃതി എഴുതിയത്. ചോദ്യം 81. മതിലുകൾ സിനിമയാക്കിയപ്പോൾ അതിൽ ബഷീർ ആയി അഭിനയിച്ചതാര്? മതിലുകൾ സിനിമയാക്കിയപ്പോൾ അതിൽ ബഷീർ ആയി അഭിനയിച്ചതാര്? ഉത്തരം മമ്മൂട്ടി. മമ്മൂട്ടിയാണ് മതിലുകൾ സിനിമയാക്കിയപ്പോൾ
അതിലെ കഥാപാത്രമായ ബഷീറിനെ അവതരിപ്പിച്ചത്. ചോദ്യം 82. 1989 മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? 1989 മതിലുകൾ സിനിമയാക്കിയത്. അന്ന് ഈ മതിലുകൾ സിനിമയാക്കിയപ്പോൾ അത് സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് മതിലുകൾ സിനിമ സംവിധാനം ചെയ്തത്. ചോദ്യം 83. മമ്മൂട്ടിക്ക് 1990 മികച്ച ചലച്ചിത്ര നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ഏത് ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിലെ അഭിനയമാണ്? മമ്മൂട്ടിക്ക് 1990 മികച്ച ചലച്ചിത്ര നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ഏത് ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിലെ അഭിനയത്തിനാണ്? ഉത്തരം മതിലുകൾ. മതിലുകൾ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. ചോദ്യം 84. ബഷീറിൻ്റെ മരണശേഷം മകൻ അനീസും മകൾ ഷാഹിനയും കൂടി കണ്ടെടുത്ത ബഷീർ രചിച്ച കവിത ഏത്? ബഷീറിൻ്റെ മരണശേഷം മകൻ അനീസും മകൾ ഷാഹിനയും ചേർന്ന് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ച ബഷീർ രചിച്ച കവിത ഏത്? ഉത്തരം അനശ്വരപ്രകാശം. അനശ്വരപ്രകാശം എന്ന കവിത മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കളാണ് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത്. ചോദ്യം 85. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? ഉത്തരം യാ ഇലാഹി. യാ ഇലാഹി എന്ന കൃതിയാണ് ബഷീറിൻ്റെ മരണശേഷം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. ചോദ്യം 86. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ പുസ്തകം ഏതാണ്? ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ പുസ്തകം ഏതാണ്? ഉത്തരം പ്രേംപാറ്റ. പ്രേംപാറ്റ എന്ന നോവൽ ബഷീറിൻ്റെ മരണശേഷമാണ് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. ചോദ്യം 87. ബഷീർ മലയാളത്തിൻ്റെ സർഗവിസ്മയം എന്ന കൃതി ആര് രചിച്ചതാണ്? ബഷീർ മലയാളത്തിൻ്റെ സർഗവിസ്മയം എന്ന കൃതി ആര് രചിച്ചതാണ്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. ഡോക്ടർ റൊണാൾഡ് ആഷർ ആണ് ബഷീർ മലയാളത്തിൻ്റെ സർഗവിസ്മയം എന്ന പേരിലുള്ള കൃതി എഴുതിയത്. ചോദ്യം 88. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. ഡോക്ടർ റൊണാൾഡ് ആഷറാണ് ബഷീറിൻ്റെ പ്രധാന കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ചോദ്യം 89. ബഷീറിൻ്റെ വിഖ്യാതമായ 3 കൃതികൾ ചേർന്ന നോവൽ ത്രയത്തിലെ ആദ്യത്തെ 2 ബാല്യകാലസഖി, പാത്തുമ്മായുടെ ആട് എന്നിവയാണ്. മൂന്നാമത്തെ കൃതി ഏത്? ബഷീറിൻ്റെ വിഖ്യാതമായ 3 കൃതികൾ ചേർന്ന നോവൽ ത്രയത്തിലെ ആദ്യത്തെ 2 ബാല്യകാലസഖി, പാത്തുമ്മായുടെ ആട് എന്നിവയാണ്. മൂന്നാമത്തെ കൃതി ഏത്? ഉത്തരം ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്. ഡുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്, ബാല്യകാലസഖി, പാത്തുമ്മായുടെ ആട്. ഈ 3 നോവലുകളാണ് ബഷീറിൻ്റെ ഏറെ വിഖ്യാതമായ, ഏറെ പ്രസിദ്ധമായ 3 കൃതികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നോവൽ ത്രയത്തിൽ ഉൾപ്പെടുന്നത്. ചോദ്യം 90. മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലിഫൻറ്റ്, ദക്ഷിണേന്ത്യയിലെ മലബാർ മുസ്ലിം ജീവിതം ചിത്രീകരിക്കുന്ന കഥകൾ എന്ന ഉപശീർഷകവുമായി റൊണാൾഡ് ആഷറുടെ ബഷീർ രചനകളുടെ വിവർത്തന പുസ്തകം പ്രസിദ്ധീകരിച്ച ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഏത്? മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലിഫൻറ്റ് എന്ന തലക്കെട്ടും ദക്ഷിണേന്ത്യയിലെ മലബാർ മുസ്ലിം ജീവിതം ചിത്രീകരിക്കുന്ന കഥകൾ എന്ന പേരിൽ ഉപതലക്കെട്ടും ആയി റൊണാൾഡ് ആഷർ രചിച്ച ബഷീറിൻ്റെ രചനകളുടെ വിവർത്തനമായിട്ടുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ച ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഏത്? ഉത്തരം എഡിൻബറോ യൂണിവേഴ്സിറ്റി. ഇംഗ്ലണ്ടിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ചോദ്യം 91. സാഹിത്യത്തിൽ തൻ്റെ സഹപ്രവർത്തകനായ എം ബി പോളിനെക്കുറിച്ച് ബഷീർ രചിച്ച കൃതി ഏത്? സാഹിത്യത്തിൽ തൻ്റെ സഹപ്രവർത്തകനായ എം ബി പോളിനെക്കുറിച്ച് ബഷീർ രചിച്ച കൃതി ഏത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ എന്ന കൃതി ബഷീർ എഴുതിയത് തൻ്റെ സഹപ്രവർത്തകനായ എം ബി പോളിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ചേർത്താണ്. ചോദ്യം 92. ബഷീർ 100 ചിത്രങ്ങൾ, ബഷീർ ഛായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിക്കുകയും ബഷീറിൻ്റെ ഒട്ടനവധി ചിത്രങ്ങൾ പകർത്തുകയും ചെയ്ത പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആര്? ബഷീർ 100 ചിത്രങ്ങൾ, ബഷീർ ഛായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിക്കുകയും ബഷീറിൻ്റെ ഒട്ടനവധി ചിത്രങ്ങൾ പകർത്തുകയും ചെയ്ത പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആര്? ഉത്തരം പുനലൂർ രാജൻ. പുനലൂർ രാജനാണ് ആ പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം.
ബഷീർ 100 ചിത്രങ്ങൾ, ബഷീർ ചായയും ഓർമ്മയും എന്ന പേരിൽ 2 പുസ്തകങ്ങൾ അദ്ദേഹം ബഷീറിനെക്കുറിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ചോദ്യം 93. ബഷീറുമൊത്തുള്ള 36 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഭാര്യയായ ഫാത്തിമ ബീവി താഹ മാടായിയുടെ സഹായത്തോടെ ആത്മകഥയായി എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ബഷീറുമൊത്തുള്ള 36 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഭാര്യയായ ഫാബി ബഷീർ താഹ മാടായിയുടെ സഹായത്തോടെ ആത്മകഥയായി എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബഷീറിൻ്റെ എടിയെ എന്നത് ബഷീറിൻ്റെ പത്നി ഫാബി ബഷീറിൻ്റെ ആത്മകഥയാണ്. ചോദ്യം 94. മരണാസന്നനായി വഴിയരികിൽ കിടന്ന മനുഷ്യന് കുടിക്കാൻ നൽകിയ വെള്ളം അയാൾ അല്പം കുടിച്ച ശേഷം തൊട്ടടുത്തുള്ള മാവിൻ തൈക്ക് ഒഴിച്ചു. റഷീദ്, അസ്മ ദമ്പതിമാർ ആ മാവിനെ വളർത്തി. മകനെ ആ മനുഷ്യൻ്റെ പേര് യൂസുഫ് സിദ്ദീഖ് എന്നിടുകയും ചെയ്തു. ഈ സംഭവം ചിത്രീകരിച്ച കഥ ഏത്? മരണാസന്നനായ വഴിയരികിൽ കിടന്ന മനുഷ്യന് കുടിക്കാൻ നൽകിയ വെള്ളം അയാൾ അല്പം കുടിച്ച ശേഷം തൊട്ടടുത്തുള്ള മാവിൻ തൈക്ക് ഒഴിച്ചു. റഷീദ്, അസ്മ ദമ്പതിമാർ ആ മാവിനെ വളർത്തി. മകനെ ആ മനുഷ്യൻ്റെ പേര് യൂസുഫ് സിദ്ദീഖ് എന്നിടുകയും ചെയ്തു. ഈ സംഭവം ചിത്രീകരിച്ച കഥ ഏത്? ഉത്തരം തേന്മാവ്. തേന്മാവ് എന്ന കഥയിലാണ് ഇത്തരമൊരു സംഭവം ചിത്രീകരിച്ചിട്ടുള്ളത്. മരണാസന്നനായി കിടക്കുമ്പോൾ പോലും ആ മനുഷ്യൻ ഒരു വൃക്ഷത്തൈ നട്ടുവളർത്താൻ ശ്രമിക്കുന്ന സംഭവം ചിത്രീകരിച്ചിട്ടുള്ളത്. ചോദ്യം 95. മനുഷ്യന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ബഷീറിൻ്റെ ഏതു കഥയിലാണ് ഉള്ളത്? മനുഷ്യന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ബഷീറിൻ്റെ ഏതു കഥയിലാണ് ഉള്ളത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമാണുള്ളത് എന്ന ആശയമാണ് ഉള്ളത്. ചോദ്യം 96. താമ്രപത്രവും പെൻഷനും അനുവദിച്ച് സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിൽ ബഷീർ ആദരിക്കപ്പെട്ടത് എന്ന്? താമ്രപത്രവും പെൻഷനും അനുവദിച്ച് സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിൽ ബഷീർ ആദരിക്കപ്പെട്ടത് എന്ന്? ഉത്തരം 1972 ആഗസ്റ്റ് 15-ന്. 1972 ആഗസ്റ്റ് 15-നാണ് ബഷീറിനെ സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിൽ അംഗീകാരം നൽകി ആദരിച്ചത്. ചോദ്യം 97. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര്? ബഷീർ ദ മാൻ എന്ന പേരിലുള്ള ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം M.A. റഹ്മാൻ. M.A. റഹ്മാനാണ് ബഷീർ ദ മാൻ എന്ന പേരിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത്. ചോദ്യം 98. ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ഏത്? ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ഏത്? ഉത്തരം 1982. ആ വർഷമാണ് ബഷീറിന് ദേശീയ ബഹുമതിയായ പത്മശ്രീ ബഹുമതി ലഭിച്ചത്. ചോദ്യം 99. കോഴിക്കോട് സർവകലാശാല D.Litt അഥവാ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ബഹുമതി നൽകി ബഷീറിനെ ആദരിച്ച വർഷം ഏത്? കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ബഹുമതി നൽകി ബഷീറിനെ ആദരിച്ച വർഷം ഏത്? ഉത്തരം 1987. 1987-ലാണ് ബഷീറിനെ കോഴിക്കോട് സർവകലാശാല D.Litt ബഹുമതി നൽകി ആദരിച്ചത്. ചോദ്യം 100. ഭാരത തപാൽ വകുപ്പ് ബഷീറിൻ്റെ ചിത്രം പതിച്ച 5 രൂപയുടെ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും പുറത്തിറക്കിയത് എന്നാണ്? ഭാരത തപാൽ വകുപ്പ്, ഇന്ത്യ പോസ്റ്റ് ബഷീറിൻ്റെ ചിത്രം പതിച്ച 5 രൂപയുടെ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും ആദരസൂചകമായി പുറത്തിറക്കിയത് എന്നാണ്? ഉത്തരം 2009 ജനുവരി 1-ന്. 2009 ജനുവരി 1-നാണ് തപാൽ വകുപ്പ് ബഷീറിൻ്റെ ചിത്രമുള്ള 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും പുറത്തിറക്കിയത്. ചോദ്യം 101. ബഷീറിനൊപ്പം 1993 ആരാണ് വള്ളത്തോൾ പുരസ്കാരം നേടിയത്? 1993 ബഷീറിനൊപ്പം മറ്റൊരാൾക്ക് കൂടി വള്ളത്തോൾ പുരസ്കാരം നൽകുകയുണ്ടായി. ആരാണ് അത്? ഉത്തരം ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം നേടിയ സാഹിത്യകാരി. ചോദ്യം 102. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് നൽകിയ വർഷം ഏത്? ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് നൽകിയ വർഷം ഏത്? ഉത്തരം 1992. 1992-ലാണ് ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ചത്. ചോദ്യം 103. ബഷീർ മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ വർഷം ഏതാണ്? ബഷീർ
മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ വർഷം ഏതാണ്? ഉത്തരം 1993. 1993 ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത്. ചോദ്യം 104. മണ്ടൻ മുത്തപ്പ, ഒറ്റക്കണ്ണൻ പോക്കര്, സൈനബ തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏതു കൃതിയിലാണുള്ളത്? മണ്ടൻ മുത്തപ്പ, ഒറ്റക്കണ്ണൻ പോക്കര്, സൈനബ തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏതു കൃതിയിലാണ് ഉള്ളത്? ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീറിൻ്റെ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലാണ് മണ്ടൻ മുത്തപ്പ, ഒറ്റക്കണ്ണൻ പോക്കര്, സൈനബ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഉള്ളത്. ചോദ്യം 105. തങ്കം എന്ന ബഷീറിൻ്റെ ആദ്യ കഥ ഏതിലാണ് പ്രസിദ്ധീകരിച്ചത്? തങ്കം എന്ന പേരിലുള്ള ബഷീറിൻ്റെ ആദ്യ കഥ ഏതിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ജയകേസരിയിൽ. ജയകേസരി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ചത്. ചോദ്യം 106. കറുത്തിരുണ്ട് വിരൂപിയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായുള്ള ബഷീറിൻ്റെ കഥ ഏത്? കറുത്തിരുണ്ട് വിരൂപിയായ നായിക, ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകൻ, ഇങ്ങനെയുള്ള ബഷീറിൻ്റെ കഥ ഏത്? ഉത്തരം തങ്കം. ബഷീറിൻ്റെ ആദ്യ കഥയായ തങ്കത്തിലെ നായിക നായകന്മാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചോദ്യം 107. ബഷീറിൻ്റെ ഏതു കൃതിയാണ് 2 വട്ടം സിനിമയാക്കിയിട്ടുള്ളത്? ബഷീറിൻ്റെ ഏതു കൃതിയാണ് 2 വട്ടം സിനിമയാക്കിയിട്ടുള്ളത്? ഉത്തരം ബാല്യകാലസഖി. ബാല്യകാലസഖി 2 വട്ടം സിനിമയാക്കിയിട്ടുണ്ട്. ചോദ്യം 108. സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏത്? സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏത്? ഉത്തരം മതിലുകൾ. ബഷീറിൻ്റെ മതിലുകൾ പുസ്തകം സിനിമയാക്കിയപ്പോൾ ആ സിനിമയിലും കഥയിലേതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങളൊന്നും അഭിനയിക്കാനുണ്ടായിരുന്നില്ല. ചോദ്യം 109. മതിലുകൾ എന്ന ചിത്രത്തിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആര്? മതിലുകൾ എന്ന ചിത്രത്തിൽ സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആര്? ഉത്തരം KPAC ലളിത. ശ്രീമതി KPAC ലളിതയാണ് മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിൻ്റെ ശബ്ദം നൽകിയത്. ചോദ്യം 110. 2014 ബാല്യകാലസഖി എന്ന കൃതി രണ്ടാമതും സിനിമയാക്കിയപ്പോൾ മജീദ്, സുഹറ എന്നിവരെ അവതരിപ്പിച്ചത് ആര്? 2014 ബാല്യകാലസഖി എന്ന കൃതി രണ്ടാമതും സിനിമയാക്കിയപ്പോൾ മജീദ്, സുഹറ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആര്? ഉത്തരം മജീദ് ആയി മമ്മൂട്ടി, സുഹറ ആയി ഇഷാ തൽവാർ. മമ്മൂട്ടി മജീദിൻ്റെ വേഷത്തിലും ഇഷാ തൽവാർ സുഹറയുടെ വേഷത്തിലും അഭിനയിച്ചു. ചോദ്യം 111. ബാല്യകാലസഖി രണ്ടാമത് സിനിമയാക്കിയപ്പോൾ സംവിധാനം ചെയ്തത് ആരാണ്? ബാല്യകാലസഖി രണ്ടാമത് സിനിമയാക്കിയപ്പോൾ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം പ്രമോദ് പയ്യന്നൂർ. പ്രമോദ് പയ്യന്നൂരാണ് ബാല്യകാലസഖി രണ്ടാമത് സിനിമയാക്കിയപ്പോൾ സംവിധാനം നിർവഹിച്ചത്. 112. ചോദ്യം. ആനവാരിയും പൊൻകുരിശും എന്ന പുസ്തകത്തിലെ ആനവാരിയുടെയും പൊൻകുരിശിൻ്റെയും ശരിയായ പേര് എന്തൊക്കെയാണ്? ആനവാരിയും പൊൻകുരിശും എന്ന ബഷീറിൻ്റെ കൃതിയിലെ ആനവാരിയുടെയും പൊൻകുരിശിൻ്റെയും ശരിയായ പേരെന്തൊക്കെയാണ്? ഉത്തരം ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ. ആനവാരി എന്ന് വിളിക്കുന്നത് രാമൻ നായരെയും പൊൻകുരിശ് എന്നറിയപ്പെടുന്നത് തോമായും ആണ്. ചോദ്യം 113. വടിവൊത്ത ഭാഷ സംസാരിക്കുകയോ സാമൂഹിക നിയമങ്ങൾ പാലിക്കുകയോ ചെയ്തിട്ടില്ലെന്ന കാരണത്താൽ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച് ഉത്തരവിട്ട മലയാളത്തിലെ ആദ്യത്തെ നോവൽ ബഷീറിൻ്റേതാണ്. ഏതാണ് ആ കൃതി? വടിവൊത്ത ഭാഷ സംസാരിക്കുകയോ സാമൂഹിക നിയമങ്ങൾ പാലിക്കുകയോ ചെയ്തിട്ടില്ലെന്ന കാരണത്താൽ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ചുത്തരവിട്ട മലയാളത്തിലെ ആദ്യത്തെ നോവൽ ബഷീറിൻ്റേതാണ്. ഏതാണ് ആ കൃതി? ഉത്തരം പ്രേമലേഖനം. പ്രേമലേഖനം എന്ന കൃതിയാണ് സാമൂഹിക നിയമങ്ങൾ പാലിച്ചിട്ടില്ല, വടിവൊത്ത ഭാഷ ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ നിരോധിച്ചുത്തരവിട്ടത്. ചോദ്യം 114. വേശ്യകളും സ്വവർഗഭോഗികളും വിടന്മാരും കള്ളന്മാരും കൊലപാതകികളും ബഷീർ കൃതിയിലൂടെ സാഹിത്യത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നു. അപ്പോൾ അത് സന്മാർഗഭംഗം വരുത്തുമെന്ന് പറഞ്ഞ് ബഷീറിനെതിരെയും ഗ്രന്ഥത്തിനെതിരെയും വിമർശനങ്ങളുടെ സ്ഫോടനം തന്നെ നാട്ടിലുണ്ടാക്കി. ഏതായിരുന്നു 1947 പുറത്തിറങ്ങിയ ആ രചന? വേശ്യകളും സ്വർഗഭോഗികളും വിടന്മാരും കള്ളന്മാരും കൊലപാതകികളും ബഷീർ കൃതിയിലൂടെ സാഹിത്യത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നു. അപ്പോൾ
അത് സന്മാർഗഭംഗം വരുത്തുമെന്ന് പറഞ്ഞ് ബഷീറിനെതിരെയും ഗ്രന്ഥത്തിനെതിരെയും വിമർശനങ്ങളുടെ സ്ഫോടനം തന്നെ നാട്ടിലുണ്ടാക്കി. ഏതായിരുന്നു 1947 പുറത്തിറങ്ങിയ ആ രചന? ആ പുസ്തകം ഏതായിരുന്നു? ഉത്തരം ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങളായി ഇവരൊക്കെ വന്നപ്പോൾ അത് വലിയ ബഹളം തന്നെ നാട്ടിലുണ്ടാക്കി. ചോദ്യം 115. പ്രേമലേഖനം എന്ന കൃതിയിലെ ഹിന്ദുവായ കേശവൻ നായരും ക്രിസ്ത്യാനിയായ സാറാമ്മയും ചേർന്ന് തങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനിടാൻ മതേതരമായ ഒരു പേര് കണ്ടുപിടിച്ചു. എന്തായിരുന്നു ആ പേര്? പ്രേമലേഖനം എന്ന ബഷീർ കൃതിയിലെ ഹിന്ദുവായ നായകൻ കേശവൻ നായരും ക്രിസ്ത്യാനിയായ കഥാനായിക സാറാമ്മയും ചേർന്ന് തങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനിടാൻ മതേതരമായ ഒരു പേര് കണ്ടുപിടിച്ചു. എന്തായിരുന്നു ആ പേര്? ഉത്തരം ആകാശമിഠായി. ആകാശമിഠായി എന്നൊരു പേരാണ് അവരിരുവരും ചേർന്ന് കണ്ടെത്തിയത്. ചോദ്യം 116. ബഷീർ എഴുതിയ ഏക ബാലസാഹിത്യ കൃതിയുടെ പേര്. ബഷീർ എഴുതിയ ഏക ബാലസാഹിത്യ കൃതിയുടെ പേര്. ഉത്തരം സർപ്പയജ്ഞം. സർപ്പയജ്ഞം എന്ന ഒരു കൃതി മാത്രമാണ് ബഷീർ കുട്ടികൾക്ക് മാത്രമായി എഴുതിയിട്ടുള്ളത്. പക്ഷേ ആനവാരിയും പൊൻകുരിശും, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ തുടങ്ങിയ കൃതികളൊക്കെ തന്നെ കുട്ടികളും ഏറെ വായിച്ച് ആസ്വദിച്ചിട്ടുള്ളവയാണ് എന്നതാണ് സത്യം. ഏതായാലും ബഷീറിൻ്റെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാഹിത്യജീവിതം എന്നതുമായി ബന്ധപ്പെട്ട് പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ഒരു ക്വിസിലൂടെ തീർച്ചയായും നിങ്ങൾ കടന്നുപോയപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഏറെ ഓർമ്മിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുക. എല്ലാവർക്കും ഈ ക്വിസ് മുഴുവൻ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്തതിന് നന്ദി. നമസ്കാരം.